ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു മസാല ദോശ ഉണ്ടാക്കി നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ കുറച്ച് ബീറ്റ്റൂട്ടും ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അത് തൊലി കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഇനി നമുക്ക് 2 ചെറിയ സവോളയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതുപോലെ പച്ചമുളകും കരിവേപ്പിലയും ഇതെല്ലാം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കേണ്ടതുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള, പച്ചമുളക്, ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി, അതുപോലെ ഇത് നമ്മൾ വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ടും ഉരുളക്കിഴങ്ങും, ഇത് കറിവേപ്പില. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ട് അതിലേക്ക് കടുക്, ഉഴുന്ന് ഇത്തരം ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഉഴുന്നിൻ്റെ നിറം മാറി വരുമ്പോഴത്തേക്കും നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പില അതുപോലെ സവോളയും ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കളറിന് വേണ്ടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ വേവിച്ച് ഉടച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും ബീറ്റ്റൂട്ടും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ലൂസാക്കി വെക്കാം. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം. നല്ല ചൂട് സാമ്പാർ.